കപ്പയും ചേമ്പും കാച്ചിലുമൊക്കെ ആണ് കൂടുതൽ ഈ നാട്ടുകാർ കഴിച്ചിരുന്നതും. അല്ലേ അല്ലേ? ഇന്ന് അത്രയൊന്നും കേരളത്തിൽ ഇത് ഉൽപ്പാദിപ്പിക്കുന്നതായി കാണുന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് നടത്തുന്ന നിങ്ങളുടെ കൃഷിമേളകളുടെ ഇടയിൽ കൊണ്ടുവരാൻ വേണ്ടി നടത്തുന്ന ഒരു കൃഷിക്കപ്പുറം മണ്ണിനോടും മനസ്സിനോടും ബന്ധമുള്ളൊരു കൃഷി ഉണ്ടെന്നും എനിക്ക് വിശ്വാസമില്ല. ഇഷ്ടപ്പെടുമോന്നറിയില്ല. ഇല്ലെന്ന് കൃഷിമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം എനിക്ക് വിശ്വാസമില്ല. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം അതല്ല, അതതിന്റെ ഒരു സൈഡാണ്. പ്രധാനപ്പെട്ട കാര്യം, ഈ കൃഷി അന്ന് ചെയ്തിരുന്ന രീതിയിൽ ചെയ്ത് ഭക്ഷണങ്ങൾ കഴിച്ചു വളർന്ന ഒരു തലമുറ, അവരൊന്ന് ഓർമ്മിപ്പിക്കാനാ. അതെ അതെ, അത് സമ്മതിച്ചിട്ടാ പറയുന്നത്. ഇന്നുണ്ടാവില്ല എന്നുള്ളത് സമ്മതിച്ചിട്ടാ പറയുന്നത്. നമ്മുടെ വിഷയം അതല്ല, അതിലൊക്കെ കൂടിയ വിഷയമുണ്ട്. അതുകൊണ്ടാണ് അത് വരുമ്പോഴേ അപകടം. അതിനു മുമ്പുള്ള തുടക്കമായത്. ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് അറിഞ്ഞില്ലല്ലോ. അപ്പൊ കൃഷി അങ്ങനെ ചെയ്ത് ജീവിച്ച, ആ കൃഷിയുടെ ഫലമായി ഭക്ഷണം കഴിച്ച, മാവേലുണ്ടാകുന്ന മാങ്ങ പൂർണ്ണ വളർച്ചയെത്തി പാകമായി പഴുത്ത് താഴെ വീഴുമ്പോൾ എടുത്തു തിന്ന തലമുറ, ചക്ക അവനവന്റെ പുരയിടത്തിൽ വിളയുന്നത് ആവശ്യത്തിനെടുത്ത് വെട്ടിയും പറിച്ചും തിന്നിരുന്ന തലമുറ, ഒട്ടൊക്കെ കുമ്പളങ്ങയും വെള്ളരികയും മത്തങ്ങയും ഒക്കെ കുഴിച്ചിടാതെ തന്നെ നിങ്ങളുടെ നാടൻ ഭാഷയിൽ പടുകുരുപ്പ വിളഞ്ഞു നിന്നിരുന്ന, അങ്ങനല്ലേ തലമുറ? അങ്ങനെയാണ് പടുവള. അങ്ങനൊരു കാലഘട്ടത്തിലാണ് 1960-70 ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ആഗമനം. അതിനോട് ചേർക്കുന്നതിന് എനിക്ക് പ്രത്യേക ഉദ്ദേശമുണ്ട്, മറക്കണ്ട. അന്ന് മനുഷ്യന്റെ രോഗങ്ങളൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ചെറിയ ചെറിയ പ്രയോഗങ്ങളൊക്കെ കൊണ്ട് മാറുമ്പോ, അന്ന് ഈ രാസവളങ്ങൾ ചേർക്കാത്ത ആഹാരപദാർത്ഥങ്ങൾ കഴിച്ചിട്ടും, അന്ന് കീടനാശിനികളൊന്നും ഉപയോഗിക്കാത്ത പച്ചക്കറികളും വിളകളും തിന്നിട്ടും, അന്ന് ഇങ്ങനെയുള്ള വിളകൾ എത്തിക്കിട്ടിയിട്ട് അവ വാങ്ങിച്ചാൽ പോലും വൃത്തിയായി കഴിച്ചിട്ടും ജീവിച്ചൊരു തലമുറ. ഞാൻ അല്പം കൂടെ വിശദീകരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു, കാരണം നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. 1960-കളിലൊക്കെ എന്റെ ഓർമ്മയിലുള്ള അമ്മ മല്ലിയും ഉലുവയും ജീരകവും ഒക്കെ വാങ്ങിച്ചുകൊണ്ടുവന്നാൽ, അന്ന് ഈ മല്ലി നടുമ്പോഴും ജീരകം നടുമ്പോഴും ഉലുവ നടുമ്പോഴും ഒന്നും അന്നത്തെ ആളുകൾ പുരുടാനിട്ടില്ല, പരാമറും എക്കാലക്സും അടിച്ചില്ല. എന്നിട്ടും അത് പേറ്റിപ്പെറുക്കി കഴുകി ഉണങ്ങി ഉപയോഗിക്കാനുണ്ടായത്. ശരിയാണോ? ശരിയാണോ? കാരണം അന്ന് ഇത്രയും വലിയ പ്രൊവിഷൻ സ്റ്റോറുകളും കാര്യങ്ങളും ഒന്നും ഇല്ലാതിരുന്നിട്ടും നാട്ടുംപുറത്ത് എന്ന കടകളില് വൃത്തിയായി സൂക്ഷിക്കുന്ന ഇന്നത്തേക്കാൾ, കാരണം വിൽക്കുന്നവൻ താൻ തന്നെയാണ് ഇതിന്റെ ഫലം അനുഭവിക്കുന്നതെന്നുള്ളതുകൊണ്ട് കൊടുക്കുന്നവന് വൃത്തിയായി കൊടുക്കണമെന്ന് ശഠിച്ചിരുന്ന, ബേക്കറി നടത്തുന്നവൻ ബേക്കറിയിലൊരു ബ്രെഡ് ഉണ്ടാക്കിയാൽ ഒരു ദിവസം കൊണ്ട് വിറ്റ് തീർന്നില്ലെങ്കിൽ വൈകുന്നേരം വരുന്ന 4-5 എണ്ണം ഭാര്യയും താനും മക്കളും തന്നെ തിന്നണം എന്നുള്ളതുകൊണ്ട്
തനിക്ക് തിന്നാനുള്ളതാണ് ഉണ്ടാക്കുന്നതെന്ന മട്ടിൽ വൃത്തിയായി ഉണ്ടാക്കിയിരുന്ന, മനസ്സിലായില്ല, ഒരു ചായക്കട നടത്തുന്നവൻ അവിടെ മിച്ചം വരുന്ന ദോശയും ഉഴുന്നുവടയും ഒക്കെ അടുത്ത ദിവസം ഉഴുന്നുവട ശർക്കര വരട്ടിയായും രസവടയായും തൈരുവടയായും പരിപ്പുവട രസവടയായും ചോറിഡലിയായും വരില്ലെന്നും ഈ മിച്ചമാണ് തന്റെ ഭാര്യയും പിള്ളേരും കഴിച്ചു തീർക്കേണ്ടതെന്നും നാളെ അതുകൊണ്ട് ഇതിനേക്കാൾ വൃത്തിയായി കൊടുക്കേണ്ടത് അത്യാവശ്യമാണെന്നും ചിന്തിച്ച ഇന്നലെയുടെ സ്ഥാനത്ത് അത് റീസൈക്കിൾ ചെയ്ത് വരുന്നവനെ തന്നെ തീറ്റുന്ന ഇന്നത്തെ വ്യവസായം ശരിയല്ല. അന്ന് മല്ലിയും മുളകൊക്കെ വാങ്ങിച്ചിട്ട് ഇവർ പൊടിച്ച ഉപയോഗിച്ചത്. എങ്ങനെ പൊടിച്ചത്? തന്റെ വീട്ടിൽ തന്നെ കഴുകി ഉണങ്ങി പൊടിച്ചു. ഇന്ന് ഈ ഇരിക്കുന്ന അമ്മമാരിൽ ആരും, വളരെ കുറച്ചുപേരെ പെണ്ണുങ്ങൾ വന്നിട്ടുള്ളൂ, ഭർത്താവും താനും ഒരു കുഞ്ഞും മാത്രമുള്ള വീടായിരുന്നാൽ പോലും ഈ 3 പേർക്കുള്ള മല്ലി വാങ്ങി പേറ്റിപ്പെറുക്കാവെന്ന് വെച്ചാൽ ഇവർക്ക് പേറ്റാനും പെറുക്കാനും ഒന്നും അറിയില്ല. ഇനി അറിയാമെങ്കിലും 3 പേർക്ക് വേണ്ടുന്ന മല്ലിയും ഉലുവയും പോലും പേറ്റിപ്പെറുക്കി കഴുകി ഉണങ്ങി പൊടിച്ചുപയോഗിക്കാൻ താല്പര്യമില്ല. ഇവർക്ക് താല്പര്യമില്ലാതിരിക്കെ ഇവർ വാങ്ങിക്കുന്ന മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടിയും ജീരകപ്പൊടിയും ഒക്കെ പേറ്റിപ്പെറുക്കി കഴുകി ഉണങ്ങി എക്കാലക്സും ഫുരിഡാനുമൊക്കെ പൂർണ്ണമായും കളഞ്ഞ് വൃത്തിയായി പൊടിച്ചതാണ് വലിയ വലിയ കമ്പനികള് പാക്കറ്റുകളിലാക്കി നിങ്ങൾക്ക് തരുന്നത് എന്ന് വിശ്വസിക്കുന്നു എങ്കിൽ, മനസ്സിലായില്ല, എനിക്ക് ഒന്നേ പറയാൻ പറ്റൂ, നിങ്ങൾ വിഡ്ഢികളുടെ സാമ്രാജ്യത്തിലാണ്. അങ്ങനെ പറഞ്ഞോട്ടെ, അനുമതിയോടെ പറഞ്ഞോട്ടെ. എന്നെ കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും ഇതാ വാങ്ങിച്ച് ഉപയോഗിക്കുന്നത്. ഇതുകൊണ്ടൊന്നും എനിക്ക് പറയാനുള്ളതായില്ല. ഇതൊക്കെ ഒരു കുറെ സ്ഥിതിവിവര കണക്കുകൾ വേറെ കാര്യം പറയാൻ വേണ്ടിയാ. മെയിനായിട്ടുള്ള കാര്യം പറയണേ, ഇത് മുഴുവൻ നിങ്ങൾ ഓർത്തിരിക്കുകയും വേണം. ഒന്നാമത് പറഞ്ഞ ഓർത്തിരിക്കണം, 1950 വരെയുള്ള കൃഷിരീതിയിൽ ഈ രാസവളങ്ങളോ ഈ കീടനാശിനികളോ ഇല്ല. ഈ കീടനാശിനികളും രാസവളങ്ങളും ആകുന്നതിന് മുമ്പ് ഉള്ള കാലത്തെ ഈ പദാർത്ഥങ്ങൾ വളരെ പരിശുദ്ധങ്ങളായിരുന്നിട്ട് കൂടി കഴുകി ഉണങ്ങി പേറ്റിപ്പെറുക്കി കഴുകി ഉണങ്ങി പൊടിച്ചൊക്കെയാണ് ഉപയോഗിച്ചത്. അതിലൊന്നും എതിർപ്പില്ല. ഈ പറഞ്ഞ ഒക്കെ സത്യമാണ്. ഏതെങ്കിലും ഒന്ന് കള്ളമുണ്ടെങ്കിൽ പറയണം. കാരണം എനിക്ക് ഈ സാധനം തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഇതില്ല, അതുകൊണ്ട് പേടിക്കണ്ട, എഴുന്നേറ്റാൽ മതി, ഞാനിത് ഓഫ് ചെയ്ത് നിൽക്കാം, പറഞ്ഞ് കേൾക്കുകയും ചെയ്യാം. രാജ് അവിടെ പോയിട്ട് ഒരു 10 ml പരാമർ മേടിച്ചോണ്ടിരിക്കുക. അത് നല്ല സാധനം പാലാണെന്ന് പറഞ്ഞ കാരണവർക്കൊന്ന് കൊടുക്കാം. എന്താ പരാമറോ? അപ്പൊ നല്ലതാണെന്നൊരു സങ്കല്പം മതിയെങ്കില് എന്നാ പിന്നെ ഇതൊക്കെ മേടിച്ച് കഴിക്കണോ? ഈ മണ്ണൊക്കെ വാരി സങ്കല്പിച്ച് കഴിച്ചാ പോരെ? ദൈവീയ സങ്കല്പമൊക്കെ വേറെ. അതൊക്കെ ഈ നിത്യഭക്ഷണത്തിലേക്ക് കൊണ്ടുവന്നാല് ഏത് കുറ്റവാളിയെയും രക്ഷിക്കാൻ നമുക്ക് എളുപ്പമാവും. അതിരിക്കട്ടെ, നമ്മുടെ വിഷയം അതല്ല. എന്നിരുന്നാലും നിങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചപ്പോ പ്രായോഗികമായി പറഞ്ഞു എന്ന് മാത്രം. ഞാൻ പറഞ്ഞത് അബദ്ധമായില്ല എന്ന് വിചാരിക്കാം. സങ്കല്പം മതിയോ? നല്ലതാണെന്ന് സങ്കല്പം മതിയോ? നല്ലത് വേണ്ടേ? ഇനിയുണ്ട്. അന്നത്തെ കാലത്ത് പൊതുവായ സ്ഥലങ്ങൾ ഇന്നത്തേക്കാൾ പരിശുദ്ധമായ സൂക്ഷിച്ചിരുന്നത്. പൊതു കിണറുകൾ, കുളങ്ങൾ മുതലായവയൊക്കെ.
അന്ന് വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്നത് വരുന്നവരെല്ലാം കയറി കോരാത്ത വിധത്തില് കോരിക്കൊടുത്തും പവിത്രമായും സൂക്ഷിച്ചിരുന്നത്. പറഞ്ഞു തീർന്നോട്ടെ, ഇത് കഴിഞ്ഞിട്ട്. ഉപരി അന്ന് നിങ്ങളുടെ വീട്ടിലൊരു അതിഥി വന്നാൽ ചക്ക വറുത്തതോ കപ്പ വറുത്തതോ കായ വറുത്തതോ പക്കാവടയോ മിക്സറോ കൊണ്ടുപോയി വെച്ചാൽ വരുന്ന ആളുകൾക്ക് കഴിച്ചു തീർക്കാൻ പറ്റുന്ന അളവിലേ മുമ്പിൽ വെക്കാറുള്ളൂ. Am I right? വളരെ കുറച്ച് വേണേ രണ്ടാമത് കൊണ്ട് കൊടുക്കും. അതുകൊണ്ട് വരുന്നവന് വലിയ വിഷമമൊന്നും തോന്നാറില്ല. ഇന്ന് വലിയൊരു പാത്രം നിറച്ചു കൊണ്ടുപോകും, എല്ലാവർക്കും കൂടെ ഒരു പാത്രത്തിൽ കൊണ്ടുപോകും. അവരല്പസ്വല്പം കഴിച്ചിട്ട് എഴുന്നേറ്റ് പോയാൽ ആ പാത്രത്തിൽ ബാക്കി വരുന്നത് കൈയിട്ടതാണെങ്കിലും നേരത്തെ ഇതിരിക്കുന്ന വലിയ പാത്രത്തിലേക്ക് കൊണ്ടുപോയി തിരിച്ചിടും. Am I right? കൂടുതൽ വെച്ചിട്ടുണ്ടല്ലോ, ഒരെണ്ണം മിച്ചം വന്നാലും കളയാറില്ല, തിരിച്ചതി കൊണ്ടിടും. പണ്ട് കൂടുതൽ വെച്ചാലും അതെടുത്ത് പള്ളേ കളയും. ഞാൻ പറയുന്നത് ഏതെങ്കിലും അതിശയോക്തി ഉണ്ടെങ്കിൽ അവിടെ നിന്ന് എഴുന്നേക്കാം, അപ്പൊ പറയാം. നിങ്ങൾ ചിലർക്ക് പറയാം എന്റെ വീട്ടിൽ അങ്ങനെ അല്ലെന്ന് കയറി പറയാൻ അവകാശമുണ്ട് കേട്ടോ. ഞാൻ ജനറലാ പറഞ്ഞു, അത് സമ്മതമാണ്. കുഷ്ഠരോഗിയും HIV രോഗിയും എല്ലാത്തരം രോഗങ്ങളുടെയും സംവാഹകനും ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ്, ഇതിന്റെ എല്ലാം വാഹകരും ഒക്കെ പെടുന്ന ഒരു സമൂഹത്തിൽ അതിന്റെ മുകളിൽ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന്റെ ആഡംബരം കൊണ്ട് മാത്രം പറഞ്ഞോട്ടെ, ആ കൈയിട്ട് വാരിയ സാധനം ആദ്യത്തെ പാത്രത്തിലേക്ക് വീണ് അവിടുന്ന് പകരുമ്പോഴുണ്ടാകുന്ന ആതുരത ഭീകരമാണെന്ന് പറഞ്ഞാൽ, ഭയാനകമാണെന്ന് പറഞ്ഞാൽ വിരോധിക്കുവോ? ഞാൻ ജെയിംസ് എന്നോ വൈറസ് എന്നോ ഒന്നും പദം ഉപയോഗിച്ചില്ല. ആ കഴിച്ചതിന്റെ ബാക്കിയിലൂടെ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കാവുന്ന ഒരുപാട് പ്രശ്നങ്ങളാണ് നമ്മൾ കൂട്ടിവെക്കുന്നത് എന്ന് ആധുനിക ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ പെടുകയില്ലോ എന്നേ ചോദ്യമുള്ളൂ. ആധുനിക ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ അങ്ങനെയൊന്നും രോഗം വരില്ല എന്ന് പറയാൻ കഴിയണം. കുടിവെള്ളവും കഴിക്കുന്ന ആഹാരവും ഇമാതിരി പ്രവർത്തനം കൊണ്ട് മലിനമാകുകയില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയണം. കഴിയുമോ? എന്ത് പേര് വേണേ പറഞ്ഞു, ഒന്ന് ജെയിംസ്നോ വൈറസ്നോ. കാരണം ഒരു പേര് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു പേരുമായിട്ട് നമ്മളതിനെ വഴക്കുണ്ടാക്കുന്നത്. ഇങ്ങനെ സാധ്യതയുണ്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നു, നല്ല കാവ്യം എടുത്തിരിക്കുന്നത്. എനിക്ക് പല രോഗങ്ങളുടെയും ബീജം എന്നിലുണ്ട്. നിങ്ങൾ മാന്യനായി എന്നെ കൊണ്ടിരുത്തുന്നു, കുറെ ഭക്ഷണ സാധനം കൊണ്ടിരുന്നു, ഞാൻ കൈയിട്ട് വാരി തിന്നുന്നു. സ്പൂൺ കൊണ്ടല്ല, കൈയിട്ട് വാരി. ഞാൻ തിന്നതിന്റെ ബാക്കി നിങ്ങൾ കൊണ്ട് നിങ്ങളുടെ പാത്രത്തിലിടുന്നു. ഞാൻ തിന്നതിന്റെ ബാക്കിയിലൂടെ നിങ്ങൾക്ക് രോഗം വരാനുള്ള സാധ്യതയുണ്ടോ എന്ന് മാത്ര ചോദ്യം. പിന്നെ ജെയിംസ്, ഞാൻ എല്ലാ രോഗങ്ങളുടെയും ബീജങ്ങളോടുകൂടിയ മനുഷ്യനാണ്. എന്റെ ഈ വസ്ത്രമൊക്കെ കാരണം നിങ്ങൾ മാന്യനായി കൽപ്പിച്ചു. നിങ്ങൾ കൽപ്പിച്ചതാ മാന്യനായി. എന്നെ കൊണ്ടുപോയി ഡോക്ടറുടെ അടുക്ക കൊണ്ടുപോയി പരിശോധിപ്പിച്ചൊന്നുമില്ല. അറിയാൻ വഴിയില്ല. സാധ്യതയില്ല. പിന്നെയും പെർസെന്റായി സാധ്യത എന്നൊരു പദമേ ഞാൻ പറഞ്ഞുള്ളൂ. ദർ ഇസ് എ പോസിബിലിറ്റി. പെർസെന്റേജ് എത്രയാവട്ടെ, 1 to 100.
പിന്നെ അടുത്ത കണ്ടീഷനാണ്. അവിടെ ഒരു കണ്ടീഷനിൽ ഞങ്ങളൊക്കെ ഹെൽത്തിയാണെ പകരുകയിലാണ്. ഒരു വീട്ടിലുള്ള എല്ലാ അംഗങ്ങളും ഹെൽത്തിയാണെ പകരുകയില്ലെന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോഴും നിങ്ങൾ പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഞാൻ പറഞ്ഞ സാധ്യതയിലല്ലേ? പണ്ടുകാലത്ത് ആരോഗ്യം നിലനിൽക്കുന്നതിനുള്ള ശുദ്ധവൃത്തികളെല്ലാം പൂർണ്ണമായി പരിപാലിച്ചിരുന്ന കുടുംബജീവിതവും കാർഷിക ജീവിതവും സാമൂഹിക ജീവിതവും നിലനിന്നിരുന്ന കാലമായിരുന്നിട്ടുകൂടി അവിടെയെല്ലാം ഏറെ ശ്രദ്ധിച്ചിരുന്ന ഒരു തലമുറയും ആ ജീവിത രീതികളെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞ് വികലമായിട്ടും ശ്രദ്ധിക്കാത്തൊരു തലമുറയും. ഇതാ താരതമ്യം. എന്റെ താരതമ്യം മനസ്സിലായോന്നറിയില്ല. മരുന്നടിക്കാത്ത ആഹാരം, കീടനാശിനികൾ ഉപയോഗിക്കാത്ത ആഹാരം, പാകമെത്തി പഴുത്ത് വീട്ടുമുറ്റത്ത് കിട്ടുന്ന പദാർത്ഥങ്ങൾ, അവയുടെ സ്ഥാനത്ത് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് പാകമെത്തുന്നതിന് മുമ്പ് പറിച്ച് അവയിൽ രാസപദാർത്ഥങ്ങൾ കയറ്റി പാകമെന്ന പോലെയാക്കി ഇനിയും 3 മാസം കൂടെ കഴിഞ്ഞാലും പറിക്കാറാകാത്ത ഓറഞ്ച് നാഗപ്പൂരിന്ന് പറിച്ച് അതില് കാർബൈഡ് ചേർത്ത് അതിന്റെ തൊണ്ട് ചോപ്പിച്ച് പഴുപ്പിച്ച് കൊണ്ട് തിന്നുമ്പോ മനസ്സിലായില്ല. നമ്മൾ അങ്ങനെയല്ലല്ലോ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ചർച്ച വേണ്ടാത്ത വഴിക്ക് കൊണ്ടുപോയിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ആ ദിശയിൽ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടമാണ്. കാരണം അത് മതി ഞങ്ങൾക്കെങ്കിലും എന്ത് ചെയ്യും, ഞാൻ പിന്നെ നിർത്തുക എന്നുള്ളതാണ് ആവശ്യം. പിന്നെ നിങ്ങൾ ഇവിടെ വന്നിരിക്കേണ്ട കാര്യമില്ല. ഞാൻ അത് പറയുന്നതിന് മുമ്പല്ലേ നിങ്ങൾ തോക്കി കയറി വെടിവെക്കുന്നത്. അതല്ലേ പരിഹാരം പറയാനല്ലേ ഞാൻ ഈ ചർച്ച തുടങ്ങുന്നത്. ഞാനാകട്ടെ ഇത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞില്ലല്ലോ. ഞാൻ വടിവെട്ടാൻ പോയിട്ടേ ഉള്ളൂ. ഞാൻ പറയാനുള്ളതിന്റെ ഒരംശം പോലും പറഞ്ഞില്ല. അപ്പൊ തന്നെ നിങ്ങൾ ഇത്രയും വികാര വിക്ഷുബ്ധരായെങ്കിൽ ഞാൻ പറഞ്ഞത് ശരിയാണ്. പ്രിസർവേറ്റീവ് ചേർത്ത പദാർത്ഥങ്ങൾ, മിച്ചം വന്നത് വീണ്ടും തിരിച്ചിട്ട വികലങ്ങളായ പദാർത്ഥങ്ങൾ, ആരോഗ്യരംഗത്ത് പരിപാലിക്കേണ്ട കാര്യങ്ങളൊന്നും പരിപാലിക്കാത്ത ജീവിതം, ഇവയെല്ലാമായി വളർന്നു വരുന്ന ഇന്ന് കൃത്യമായ നിഷ്ഠയോടെ കൃഷിക്കാരൻ താൻ കൊടുക്കുന്ന പദാർത്ഥം കഴിക്കുന്നവൻ താൻ തന്നെയാണെന്ന് ബോധിച്ചുണ്ടാക്കൽ കൃഷി, കച്ചവടക്കാരൻ താനെടുത്തു കൊടുക്കുന്ന ചായ കഴിക്കുന്നവന്റെ ചുണ്ടിലൂടെ ഇറങ്ങിപ്പോകുമ്പോൾ തന്നിലൂടെ ഇറങ്ങിപ്പോകുന്നുവെന്നും തനിക്കാണ് അറിയുന്നത് അതിലെവിടെയാണ് തെറ്റുള്ളതെങ്കിൽ ആ തെറ്റുള്ള പദാർത്ഥം അവന്റെ തൊള്ളയിലൂടെ ഇറങ്ങിപ്പോകുമ്പോൾ അവിടെ ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങളൊക്കെ തന്നിൽ സങ്കല്പിച്ച് അതിനെ മകരമാക്കിയിരുന്ന കച്ചവടം. മനസ്സിലായില്ല. മാനവന്റെ ഉദാത്തങ്ങളായ പാരസ്പര്യങ്ങൾ നിറഞ്ഞ ആ ഇന്നലകളിൽ അവൻ ചുറ്റുപാടുകളോടും പരിതസ്ഥിതികളോടും സമരസപ്പെട്ട് അതിനകത്തു നിന്ന് അവന് വേണ്ടുന്ന ഔഷധവും അവന് വേണ്ടുന്ന ജീവിതക്രമവും സ്വീകരിച്ചു വന്ന ആ നാളുകളിലാണ് നിങ്ങൾ പറഞ്ഞ ആധുനിക വൈദ്യശാസ്ത്രം, ആധുനിക കൃഷി, ആധുനിക ജീവിത രീതി ഒക്കെ ഒന്നിച്ച് നിങ്ങളുടെ കയ്യിലേക്ക് ജനാധിപത്യത്തിന്റെ അപ്പസ്തോലന്മാർ കൊണ്ടുവന്ന് തന്നത്. സെമിക്കോളൻ, നിർത്തുകയല്ല, ഫുൾ സ്റ്റോപ്പ് അല്ല, കയ്യിൽ കിട്ടി. ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ അപ്പസ്തോലന്മാരും ഭരണാധികാരികളും ഒക്കെ ചേർന്നു എന്ന് പറഞ്ഞു, ഞങ്ങളിതാ കുറെ സാധനങ്ങൾ കണ്ടുപിടിച്ചു. ആഹാരത്തിൽ യാതൊരു നിയന്ത്രണവും വേണ്ട, എന്തും കഴിക്കാം, എവിടെയും കിടക്കാം, എങ്ങനെയും ജീവിക്കാം, നിങ്ങൾക്ക് എന്തുമാകാം. Am I right? രോഗം വന്നാൽ ഞങ്ങളുടെ ഈ മരുന്ന് കഴിച്ചാൽ മതി, വേറെ ഒന്നും നോക്കണ്ട. പുതുമയെ സ്നേഹിക്കുന്ന,
പുതിയത് നല്ലതാണോ ചീത്തയാണോ, കാലത്തോളം നിലനിൽക്കുമോ എന്ന് ചിന്തിക്കാത്ത മനുഷ്യന്റെ പരിമിതി അതിനെ പൂർണ്ണമായി സ്വീകരിക്കുകയും നിലവിലുണ്ടായിരുന്നതിനെ വിസ്മൃതിയിൽ ആഴ്ത്തുകയും ചെയ്തു. ബോധപൂർവമോ അബോധപൂർവമോ. ഞാൻ മുമ്പ് പറഞ്ഞ ബോധപൂർവം ഞാൻ പറയുന്ന, ഇപ്പൊ നിങ്ങളത് പറഞ്ഞു. എന്തോ ആവട്ടെ, അങ്ങനെ നിലനിന്ന ഗാർഹികങ്ങളായ ഔഷധങ്ങളൊക്കെ, അതിന്റെ അറിവുകളൊക്കെ നഷ്ടമായി. അത് കൈകാര്യം ചെയ്ത തലമുറകൾ ഇല്ലാതായി. അതിനെപ്പറ്റിയുള്ള ആഴത്തിലുള്ള പഠിപ്പുകൾ പോയി. അതിൽ ബാക്കി വല്ലതുമുണ്ടെങ്കിൽ പോകണമെന്ന് വിചാരിച്ച് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ അനാട്ടമിയും ഫിസിയോളജിയും ഒക്കെ കോളേജുകളിൽ പഠിപ്പിച്ച് ആ പഴയ മരുന്നുകൾ എടുത്തു കൊടുക്കാവുന്ന കുറെ പഴയ ചികിത്സയുടെ സമ്പ്രദായക്കാരെയും സൃഷ്ടിക്കുകയും ചെയ്തു. എന്നോടൊപ്പം പോരണേ. കാലം മുന്നോട്ട് പോയി. നല്ല ജീവിതം നയിച്ചു വന്ന ആരോഗ്യമുള്ള തലമുറയുടെ ആരോഗ്യമുള്ള സന്താനങ്ങളിൽ ആവിർഭവത്തില് അത്ഭുതകരമായ ഫലപ്രാപ്തി തന്ന ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ഔഷധങ്ങൾ കാലത്തിന്റെ കുത്തൊഴുക്കിൽ അപകടകാരികളായി പ്രചരിക്കാൻ തുടങ്ങി. അത് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ടുന്നത്. അതിലാ എനിക്ക് പറയാനുള്ളതിരിക്കുന്നത്. കേട്ടില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. കേട്ടു എന്ന് വിചാരിക്കട്ടെ, ഒന്നുകൂടെ പറയാം. ആരോഗ്യമുള്ള ജീവിത രീതിയും ആരോഗ്യത്തിന് ഇണങ്ങുന്ന വിധത്തിലുള്ള ആഹാര രീതിയും ആരോഗ്യത്തിന് ഇണങ്ങുന്ന രീതിയിലുള്ള കുടുംബജീവിതവും ആരോഗ്യം നിലനിർത്താനുള്ള വിദ്യാഭ്യാസവും ഒക്കെയായി വന്ന ഒരു തലമുറയുടെ ആദ്യത്തെ ആരോഗ്യമുള്ള സന്താനങ്ങളിൽ ആദ്യകാലത്ത് പ്രയോഗിച്ച് ആധുനിക വൈദ്യത്തിന്റെ ഔഷധങ്ങൾ അത്ഭുതങ്ങൾ ഉളവാക്കി. ഇത്രയും സമ്മതം. ക്ലിയർ? അതാ ഇത് മാത്രമായിരിക്കുമെന്നുള്ള കണക്കുകൂട്ടൽ ഞെട്ടിരിക്കുകയും തങ്ങളുടേതായ കഴിവും തങ്ങളുടേതായ സംസ്കൃതിയും തങ്ങളെ അവലംബിച്ചുകൊണ്ട് മുന്നേറുക ചെയ്തപ്പോൾ ആരോഗ്യരംഗം അവതാളത്തിലാവുകയും അപകടത്തിലാവുകയും ഇന്ന് ചെയ്തിരിക്കുന്നു. 50 കൊല്ലം കൊണ്ട്. ശരിയല്ല? ഇത് അവതാളത്തിലായില്ലായിരുന്നുവെങ്കിൽ ശാസ്ത്രത്തിന്റെ റീപ്രൊഡ്യൂസബിലിറ്റി എന്ന വാക്കിൽ അന്ന് ഫലം വന്നത് ഈ ഔഷധത്തിന്റെ മാത്രം ഗുണമായിരുന്നുവെന്ന് നിങ്ങളോടൊപ്പം ഞാനും സമ്മതിക്കുമായിരുന്നു. രണ്ടാമത്തെ തലമുറയിൽ കണ്ടില്ലെന്ന് മാത്രമല്ല മാറുന്നതുകൂടി കണ്ടപ്പോൾ ഈ രോഗത്തിലേക്കുള്ള മനുഷ്യന്റെ പരിണാമത്തിനും രോഗത്തിന് ഫലമില്ലാത്തതും കാരണം ഈ ഇടക്കാലത്ത് വന്ന വളർച്ചയാണെന്ന് ഞാൻ പറഞ്ഞാൽ ഗണിതയുക്തികൾ പിഴയ്ക്കുന്നു എന്ന് നിങ്ങൾ പറയുമോ? ഞാൻ ഉന്നയിച്ച ഗണിതയുക്തികൾ പിഴയ്ക്കുന്നു എന്ന് നിങ്ങൾ പറയുമോ? ഞാൻ ഉപയോഗിച്ചത് അത്രയും ഗണിതയുക്തികളാണ്, രേഖീയമായ ഗണിതയുക്തികളാണ്. ശാസ്ത്രത്തെ കൈകാര്യം ചെയ്യുന്ന രേഖീയമായ ഗണിതയുക്തികളിലൂടെയാണ്. ലീനിയർ മാത്തമാറ്റിക്കൽ ലോജിക്. സാവകാശം പറഞ്ഞത് വികാരമുണ്ടാക്കാനല്ലെന്ന് ഓർപ്പിക്കുവാൻ കൂടിയാണ്. ശാസ്ത്രത്തിന് നിലനിൽക്കാൻ വികാരം ആവശ്യമില്ലല്ലോ, വെറുപ്പും ആവശ്യമില്ല. ശാസ്ത്രത്തിന്റെ യുക്തികളെ യുക്തികൾ കൊണ്ടല്ലാതെ നിഹനിക്കുവാൻ കഴിയുകയുമില്ലല്ലോ. ആശയങ്ങളുടെ ലോകം ആമാശയം കൊണ്ട് മറുപടിയാവുകയുമില്ലല്ലോ. നിങ്ങളുടെ മറുപടിയിടാം, മറുവടിക്കായിട്ട്. ഞാൻ പറഞ്ഞ തരമുള്ള ശാസ്ത്രമല്ലെന്നുണ്ടോ? യുക്തിസഹമല്ലെന്നുണ്ടോ? അതൊക്കെ രണ്ടാമത്. ആദ്യത്തെ ഒറ്റപ്പെട്ടില് ആദ്യത്തെ 1950 മുതൽ 70 വരെയുള്ള തലമുറകളിൽ നിന്ന് രൂപപ്പെട്ട ആരോഗ്യമുള്ള തലമുറയിൽ പ്രയോഗിച്ച് ആദ്യത്തെ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ഔഷധങ്ങൾ തന്ന ഫലങ്ങൾ അത് പ്രയോഗിച്ചവന്റെ അടുത്ത തലമുറയിൽ
പ്രയോഗിച്ചപ്പോൾ ഫലങ്ങൾ കുറയുന്നതായും വിപരീത ഫലങ്ങളും പാർശ്വഫലങ്ങളും കൂടുന്നതായും രോഗാരത്വം വർദ്ധിക്കുന്നതായും കണ്ടെത്തിയെങ്കിൽ റീപ്രൊഡ്യൂസബിലിറ്റി എന്ന ശാസ്ത്രത്തിന്റെ വാക്ക് നിഷേധിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല, ഈ ഔഷധങ്ങൾ അല്ല അന്ന് റിസൾട്ട് തരാൻ കാരണം മുമ്പ് ജീവിച്ചിരുന്നവന്റെ ജനിതകത്തിന്റെ കഴിവിലുള്ള ആരോഗ്യമാണ് കണ്ടത് എന്ന് ഞാൻ പറഞ്ഞാൽ, ഞാൻ അലോപ്പതി എന്നൊരു പദമേ ഉപയോഗിച്ചില്ല, ആധുനിക വൈദ്യശാസ്ത്രം എന്നാ ഉപയോഗിച്ചത്. എന്താ കാരണം എന്ന് വെച്ചാൽ അലോപ്പതി എന്ന പദം എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ടാണ്. പറയട്ടെ, ഞാൻ തീർന്നില്ല. എന്തെന്നാൽ ആ പദം ഉപയോഗിക്കരുതേ എന്നാണ് എന്റെ അപേക്ഷ. അത് ഹനീമാൻ ആധുനിക വൈദ്യശാസ്ത്രത്തെ കളിയാക്കി വിളിച്ച പേരാണ്. മറ്റേ രോഗമെന്ന അതിന്റെ മീനിങ്. നിങ്ങൾ പറഞ്ഞ ആ പദത്തിൽ തന്നെ അപ്പോൾ എനിക്ക് എളുപ്പമാണ്, താർക്കികനാണെങ്കിൽ. അല്ലാത്തതുകൊണ്ട് പറഞ്ഞതാണ്. ഞാനൊരു താർക്കികനാണെങ്കിൽ നിങ്ങളുടെ പദത്തിൽ തന്നെ അതിന് ഉത്തരവുണ്ട്, അലോപ്പതി, മറ്റേ രോഗം. അതറിയാതെ പലരും ഈ പദം പ്രയോഗിക്കുന്നത്. ഞങ്ങൾ അലോപ്പതി ഡോക്ടർമാർ എന്നൊരാൾ പ്രയോഗിച്ചാൽ അത് വിവരക്കുറവായേ കൂട്ടാൻ പറ്റൂ. കാരണം ഹനീമാൻ എന്ന ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പ്രസിദ്ധനായ ഭിഷഗ്വരൻ സിമിലിയ സിമിലിബസ് കൂറെന്തർ എന്ന പുതിയൊരു ശാസ്ത്രശാഖയെ അദ്ദേഹത്തിന്റെ ഭാഷയിൽ ഓർഗാനനിലൂടെ കണ്ടെത്തുകയും ആധുനിക വൈദ്യശാസ്ത്രം ആധുനിക മനുഷ്യ സമൂഹത്തിന് ഒരു കോൺസ്പിരസിയാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തുകൊണ്ട് കളിയാക്കി വിളിച്ച പദമാണ് അത്. അതുകൊണ്ട് അതിൽ തന്നെ ഉത്തരവുണ്ട് വേണമെന്ന് വച്ചാൽ. അതുകൊണ്ടാണ് ക്ഷമാപൂർവ്വം പറഞ്ഞത് എനിക്കിഷ്ടമല്ലെന്ന്. നിങ്ങൾ വിചാരിച്ചത് അലോപ്പതിയോട് എനിക്ക് വേണ്ടി ശത്രുതയുണ്ടെന്നാ പറഞ്ഞു, മനസ്സിലായി? അല്ല. ഒരു ശാസ്ത്രീയമായ സമീപനത്തിനൊരു വൈദ്യശാസ്ത്രത്തെ വിധേയമാക്കുമ്പോൾ സമാധാനത്തോടും അവധാനതയോടും കൂടി സമീപിച്ചാൽ, നിങ്ങൾ ചോദിച്ച തിരിച്ചുള്ള ചോദ്യത്തിന് ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ മറുപടി പറഞ്ഞിരുന്നു. എങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടെ പറയാം. 5000 വർഷം മുമ്പ് ഉപയോഗിച്ച മരുന്നുകളൊക്കെ തന്നെയാണ് കമ്പനി മരുന്നുകൾ. അല്ലെങ്കിൽ എത്ര പഴക്കമുള്ള പുസ്തകമാണോ അത്രയും ഫലം കൂടുമെന്നുള്ള പ്രമാണത്തിൽ നിങ്ങൾ ധരിച്ച ആയുർവേദത്തിൽ ഇന്നുമുള്ളത്. അച്ഛന്റെയും അപ്പൂപ്പന്റെയും അതിനു മുമ്പുള്ളവരുടെയും കാലത്ത് മഞ്ഞപ്പിത്തത്തിന് അരച്ചുകൊടുത്ത മരുന്നൊക്കെ തന്നെ ഇപ്പോഴും നാട്ടുംപുറത്തെ വൈദ്യൻ കൊടുക്കുന്നത്. പാർശ്വഫലങ്ങളോ? മനസ്സിലായില്ല. അത് റീപ്രൊഡ്യൂസബിലിറ്റി എന്നത് ശാസ്ത്രത്തിന്റെ ഗുണമാണെങ്കിൽ അത് ആ ശാസ്ത്രശാഖയ്ക്കുണ്ട്. ചോദ്യം ചോദിച്ചത് നന്നായി, അതുകൊണ്ട് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ എളുപ്പമായി. അല്ലാതെ ചോദ്യം ചോദിച്ചതിന്റെ പേരിൽ നിങ്ങളോട് കൂടുതൽ സ്നേഹമല്ലാതെ വെറുപ്പിൽ എനിക്ക് ഇത്രയും കൂടെ പറയാൻ നിങ്ങൾ ചാൻസ് ഉണ്ടാക്കി തന്നല്ലോ. ഇത് അറിയില്ലായിരുന്നെങ്കിൽ ഞാൻ വിഷമിക്കും. അവിടെ ഇത് ബാധകമല്ല. ഒരു ഉദാഹരണം മതിയോ? ഒരുപാടെണ്ണം വേണോ? ഒരു കീഴാർനെല്ലി മാത്രം മതിയോ? ആയുർവേദ കൊടുത്ത മരുന്നും അതേ രോഗത്തിന് പിന്നീട് ഒരു കാലത്ത് എടുത്തു കൊടുക്കുമ്പോ കമ്പനി മരുന്നുകളല്ലെങ്കിൽ അങ്ങനെ ചേർക്കണം. അല്ലെങ്കിൽ അതിന് ഞാനല്ലല്ലോ പ്രശ്നം, അതിന് നിങ്ങളല്ലേ പ്രശ്നം. അതിലിങ്ങനെ ഞാൻ പ്രശ്നമായിരുന്നു.